സാധാരണയായിട്ട് കുട്ടികൾ എന്തെങ്കിലും അസുഖമായിട്ട് നമ്മൾ എടുത്തു വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പാരൻസ് വിചാരിക്കുന്നത് അവർക്ക് സ്കൂൾ പോകാനുള്ള മടി കാരണമാണ്. പക്ഷേ മിക്ക കേസിലും അങ്ങനെ ആയിരിക്കണമെന്നില്ല. കഴിഞ്ഞ ദിവസം ക്ലിനിക്കിൽ ഒരമ്മ ഒരു മോളെയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ മോൾക്ക് സ്ഥിരമായിട്ട് വയറുവേദന വരുന്നു, അതേപോലെ ഛർദ്ദിക്കാൻ വരുന്നു. നമ്മൾ ആ കുട്ടിയെ അടുത്തിരുത്തി സംസാരിച്ചപ്പോഴാണ് ആ കുട്ടീനെ കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയത്. അവൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളും അതേപോലെ ഒറ്റപ്പെടലുകളൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് തിരിച്ചറിയാൻ പറ്റും. ചില കുട്ടികൾ അങ്ങനെയാണ്, അവർക്ക് ചിലപ്പോൾ പുറത്ത് പറയാൻ പറ്റാത്ത ചില ആശങ്കകളും അതേപോലെ ഒറ്റപ്പെടലും ഒക്കെ അനുഭവിക്കുന്നുണ്ടാവും. അത്തരം കുട്ടികളിൽ പ്രകടമായിട്ട് കാണുന്ന ചില ശരീര പ്രശ്നങ്ങളാണ് തലവേദനയും വയറുവേദനയും. അത്തരം കേസുകളിൽ നമുക്ക് ഹോമിയോപ്പത്തിക് മെഡിക്കേഷൻ്റെ കൂടെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രോപ്പർ മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ടും കൂടെ നമ്മൾ കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മൾ എത്ര തിരക്കായാലും കുട്ടികളുടെ ചെറിയ ചെറിയ പരാതികളും അതേപോലെ അവരുടെ സ്കൂളിലത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയണം. അതിനുവേണ്ടി പ്രത്യേകം ഒരു സമയം മാറ്റി വെക്കണം എന്നല്ല, അതൊരു ഡെയിലി പ്രോസസ്സായിട്ട് നടന്നു പോകേണ്ട ഒരു കാര്യമാണ്. അവരെ കേൾക്കാൻ നമ്മൾക്ക് സമയമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഒരു സ്പേസ് ഉണ്ടെന്നുള്ളത് അവരെ അറിയിച്ചാൽ മതി. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ കുട്ടികൾക്ക് നമ്മളോട് എന്തും തുറന്ന് പറയാനുള്ള ഒരു ശീലം നമ്മൾ വളർത്തിയെടുക്കുകയാണ്. അതുമൂലം അവർക്കുണ്ടാകുന്ന സ്ട്രെസ്സും ആങ്സൈറ്റീസും ഒക്കെ നമുക്ക് പൂർണ്ണമായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്.